ഹായ് ഹലോ, ഇറ്റ്സ് മീ ആര്യാനി മീ ആൻഡ് ഇന്നത്തെ എൻ്റെ വരവ് എൻ്റെ കുറച്ച് ലിപ്സ്റ്റിക് കളക്ഷൻസും ആയിട്ടാണ്. ഇത് കാണിക്കാനുള്ളൊരു പ്രത്യേക കാരണം കൂടിയുണ്ട്. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കുന്നുണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കിൻ്റെ ബ്രാൻഡ് ഏതാണെന്ന്. കാര്യം രാവിലെ ഇട്ട് കഴിഞ്ഞാൽ അത് വൈകുന്നേരം വരെയും അത് നമ്മൾ വാഷ് ചെയ്ത് കളയുന്ന വരെ അതുപോലെ തന്നെ കിടക്കും. അപ്പോൾ ഇത് ഏതാണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഫസ്റ്റ് എൻ്റെ കയ്യിലുള്ള കുറച്ച് മാറ്റ് ലിപ്സ്റ്റിക്ക് കാണിച്ചു തരാം. മാറ്റ് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല, ലിക്വിഡാണ് ഞാൻ കൂടുതൽ. ഇത് ലിപ് ഗ്ലോസ് ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ട് ഒരു കൗതുകം തോന്നി വാങ്ങിച്ചതാണ്. ഇതിൻ്റെ അകത്ത് മറ്റേ ഫ്ലവർ ഉണ്ട്, അതിൻ്റെ ഒരു കൗതുകം തോന്നി വാങ്ങിച്ച സാധനമാണ്. ഞാൻ അധികം യൂസ് ചെയ്യാറില്ലേ. പിന്നെ ഉള്ളത് ഒരു പിങ്ക് ഷെയ്ഡ്. ഇത് ഞാൻ അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല, ഒരു ഓവർ കളർ ആയതുകൊണ്ട് ഞാൻ അധികം യൂസ് ചെയ്യൂല. ഇതിൻ്റെ തന്നെ ലിക്വിഡ് ബാക്ക് സൈഡിൽ. ഇതൊരു ബെല്ലാക്കൻ എന്ന് പറയുന്ന 2-in-1 ലിപ്സ്റ്റിക് ബ്രാൻഡിൻ്റെ ഒരു ഐറ്റമാണ്. ഇതാണ് അതിൻ്റെ കളർ, ഒരു പിങ്ക് ഷെയ്ഡ്. പിങ്കാണ് അതിൻ്റെ ഒരു കളറ്. പിന്നെ വന്നിട്ട് ഇത് ഒരു ലൈറ്റ് കളറാണ്, ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ളൊരു ന്യൂഡ് ഷെയ്ഡാണ്. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇതാണ് അതിൻ്റെ കളറ്. ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ ആയിരിക്കും. അതായത് ഇതിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇതിടുമ്പോൾ കുറച്ച് ലൈറ്റ് കളർ, ഒരുപാട് അങ്ങ് ഡാർക്ക് ആവാതെ നിൽക്കും. പിന്നെ ഇതൊരെണ്ണം സ്റ്റുഡിയോയിൽ നിന്നും ബ്ലഷ് ന്യൂഡ് N02. ഇത് അടിപൊളിയാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ന്യൂഡ് ഷെയ്ഡിൽ ബബിൾസ് ഒക്കെ ഉള്ളൊരു അടിപൊളി ഒരു ലിപ്സ്റ്റിക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ന്യൂഡ് ഷെയ്ഡ് ലിപ്സ്റ്റിക്കാണ് ഇത്. ബ്രാൻഡ് നെയിം ബ്ലഷ് ന്യൂഡ് N02. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഷെയ്ഡാണ്. ഒരു ലൈറ്റ് ന്യൂഡ് ഷെയ്ഡാണ്. അടിപൊളി ഒരു ഐറ്റമാണ്, നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. രണ്ടെണ്ണം എനിക്കൊരു കസിൻ സിസ്റ്റർ തന്നതാണ്. പുള്ളിക്കാരി ദുബായിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും കൊണ്ടുവന്നത്. ഇത് ഭയങ്കര ഡാർക്ക്, ഒരു ഭയങ്കര റെഡ് കളറായതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യൂല. റെഡ് കളർ, എനിക്ക് റെഡ് കളറിനോടൊന്നും താല്പര്യമില്ല. കുറച്ചുകൂടെ ന്യൂഡ് ഷെയ്ഡിനോടൊക്കെയാണ് കുറച്ചുകൂടെ യൂസ് ചെയ്യാൻ താല്പര്യം. നമ്മൾ വലുതായിട്ട് ഓവറായിട്ട് കിടക്കുക. പിന്നെ ഇതാണ് ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്ന ഷെയ്ഡ്. ഇതിൻ്റെ പേര് എനിക്കറിഞ്ഞൂടെ, ഒരു ബ്രൗൺ കളർ ഷെയ്ഡാണ്. എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ്സ് ഒന്നും ചോദിക്കരുത്, എനിക്ക് അറിയാവുന്ന ഷെയ്ഡ് മാത്രമേ ഞാൻ പറഞ്ഞു തരൂ. ഇതിൻ്റെ ഷെയ്ഡ് എന്താണെന്ന് എനിക്കറിയില്ല. ആ ലിപ്സ്റ്റിക്കാണ് ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്നത്. ഉള്ളത് ലിക്വിഡ്. ഈ ലിക്വിഡ് ഐറ്റംസ് ആണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് വൺ എന്ന് പറയുന്നത്. ഇതിൽ 3-4 ഞാൻ ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല. അത് ഞാനിപ്പോൾ നമ്മുടെ മൈഗ്ലാമിന് എടുത്തതേ ഉള്ളൂ. ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് മൈഗ്ലാമിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇത് നമ്മുടെ സ്റ്റുഡിയോയുടെ തന്നെ 3-in-1 പാക്കിലുള്ളത്. 2 ലിപ് ഗ്ലോസും ഒരു ലിപ് കളറും. ഇത് ലിപ് ഗ്ലോസ്, ഇത് ലൈറ്റ്, ഇത് ഡാർക്ക്, ആൻഡ് ഇതാണ് ലിപ്സ്റ്റിക്കിൻ്റെ കളർ. ഒരു ന്യൂഡ് ഷെയ്ഡാണ്, ഒരു ന്യൂഡ് ബ്രൗൺ ഷെയ്ഡാണ് നമ്മുടെ ഈ ഒരു ലിപ്സ്റ്റിക്ക് വരുന്നത്. ഒരു ന്യൂഡ് ബ്രൗൺ. കുഴപ്പമില്ല, സ്റ്റുഡിയോയുടെ വലിയ ഓക്കെ പ്രോഡക്റ്റാണ്. ഇതിൻ്റെ ലിപ് ഗ്ലോസ് അടിപൊളിയാണ്. ലിപ് ഗ്ലോസ് സംഭവം ഭയങ്കര ജെല്ലി ആയിട്ട് ഉള്ളൊരു ഐറ്റമാണ്, സൂപ്പറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ലിപ് ഗ്ലോസ്. പിന്നെ ഇതും വലിയ ഡാർക്ക് ലിപ് ഗ്ലോസാണ്. ഇതെനിക്കിട്ട് കാണിക്കത്തില്ല, നീഞ്ഞിട്ട് കാണിച്ചു തരാമായിരുന്നു. ഇത് 3 ഞാൻ സ്റ്റുഡിയോയുടെ 3-in-1 പാക്കറ്റിന് എടുത്തതാണ്. പിന്നെ ഉള്ളതെല്ലാം എൻ്റെ മൈഗ്ലാമിന്നുള്ളതാണ്. മൈഗ്ലാം ഈസ് മൈ കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മൈഗ്ലാമാണ്. ഇത് ഞാൻ മൈഗ്ലാമിന്ന് ഫസ്റ്റ് എടുക്കുന്ന എൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് ഒരു ലൈറ്റ് പിങ്കിഷ് ഷെയ്ഡാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കണ്ടിഷ്ടപ്പെട്ടു. ഇതിൻ്റെ കൂടെ ഒരു ഓറഞ്ചും കൂടെ ഉണ്ടായിരുന്നു. ഒരു കാര്യമുണ്ട്, നമ്മുടെ മൈഗ്ലാമിന്നുള്ള ലിപ്സ്റ്റിക്കൊക്കെ അത്ര പോരാന്നുള്ളത്. മൈഗ്ലാമിൻ്റെ വെൽവെറ്റ് ലിപ്സ്റ്റിക്ക് അടിപൊളിയാണ്. ഇത് വെൽവെറ്റാണ്. ഇത് പക്ഷേ നല്ല ഡാർക്ക് പിങ്കാണ്, നല്ലൊരു ഡാർക്ക് പിങ്കാണ് ഈ ഒരു ഷെയ്ഡ്. ഇത് ഞാൻ ഒന്നുകിൽ 2-3 ഡോട്ടായിട്ട് ഇടും, ഇല്ലെങ്കിൽ ഒരു ലൈറ്റ് ഷെയ്ഡ് എന്തെങ്കിലും ഉണ്ട് അതിൻ്റെ കൂട്ടത്തിലിടും. പിന്നെ ഉള്ളത് എൻ്റെ കയ്യിലുള്ള മോസ്റ്റ് എക്സ്പെൻസീവ് ലിപ്സ്റ്റിക്കാണ് മനീഷ് മൽഹോത്രയുടെ ലിപ്സ്റ്റിക്ക്. ഇതിൻ്റെ ഷെയ്ഡ് ഷുഗർ ആൽമണ്ട്. മണം ഒരു രക്ഷയില്ലാത്ത മണമാണ്. ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഈ ലാസ്റ്റ് വൺ കിടിലൻ ഷെയ്ഡാണ്. കിടിലൻ ഷെയ്ഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ഡ് മാത്രമല്ല മണം. പിന്നെ നല്ല പൈസ കൊടുത്ത് വാങ്ങിച്ചതുകൊണ്ട് അതിന് യൂസ് ചെയ്യാറില്ല. യൂസ് ചെയ്യും, ഭയങ്കര നല്ലൊരു വെഡ്ഡിങ് ഒക്കെ വരുമ്പോഴത്തേക്കും ഞാൻ യൂസ് ചെയ്യും. മനീഷ് മൽഹോത്രയുടെ മൈഗ്ലാമി എന്നുള്ളതാണ്. ഈ ലാസ്റ്റ് വണ്ണാണ് അതിൻ്റെ ഷെയ്ഡ്. ഏകദേശം കാണുമ്പോൾ എല്ലാ ഷെയ്ഡും ഒരേപോലെ തോന്നുമെങ്കിലും ഒരേപോലെ അല്ല. മൈഗ്ലാമിൻ്റെ ഇതിപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് ഞാൻ വാങ്ങിച്ചൊരു കോംബോ സെറ്റാണ്. 3 ലിക്വിഡും ഒരു മാറ്റും. മാറ്റ് ന്യൂഡ് ഷെയ്ഡാണ്. ന്യൂഡ് ഞാൻ പേര് പറഞ്ഞുതരാം. ഇത് അടിപൊളിയാണ് കേട്ടോ. മിനി പാക്കാണ്. ഇതിൻ്റെ പേര് വന്ന് വാൽമി ഇൻബോൾ. അടിപൊളിയാണ്. ഇതാണ് അതിൻ്റെ ഷെയ്ഡ്. ഒരു ന്യൂഡാണ്. എൻ്റെ ഉള്ള കൂടുതലും ന്യൂഡ് ഷെയ്ഡാണ് ഉള്ളത്. ഈ ന്യൂഡ് ഷെയ്ഡാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് 3 ലിക്വിഡാണ്. ഇതിൽ ഒരെണ്ണം ഒരു ഭയങ്കര ഒരു ബ്രൗൺ ഷെയ്ഡാണ്, പക്ഷെ അത് കളർ മാറിപ്പോലാണ്. മീ വൈൽഡ് എന്ന് പറയണം. മീ വൈൽഡൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. മീ വൈൽഡൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിച്ചിടണം. പിന്നെ ഞാൻ ഇത് മിക്സ് ചെയ്തിടുമ്പോൾ സാധനം അടിപൊളിയാണ്. ഇതൊരു ബ്രൗൺ കളർ ഷെയ്ഡാണ്. ഒരു ബ്ലാക്കിഷ്, ഒരു നല്ല ബ്രൗൺ കളർ ഷെയ്ഡാണ്. ഇത് പിന്നെ ഞാൻ നമ്മുടെ വേറൊരു ഇതിൻ്റെ കൂടെ വാങ്ങിച്ചൊരു കളറുണ്ട്, മീക്രേര. ഇത് ഒരു മീക്രേരതാണ്. മീക്രേര ഈ കളറിൻ്റെ കൂടെ മിക്സ് ചെയ്താണ് ഇടുന്നത്. ഈ കളറിൻ്റെ കൂടെ മിക്സ് ചെയ്താണ് ഇടുന്നത്. അപ്പോൾ വലിയ നമ്മുടെ ലിപ്പിൻ്റെ ആ ഒരു കളറിൽ നിൽക്കും. ഇത് ഒരു ലൈറ്റ് ന്യൂഡ് ഷെയ്ഡാണ്. ഒരു നമ്മുടെ ചുടുകട്ട കളർ എന്നൊക്കെ പറയും, നമ്മുടെ ഈ ചുടുകട്ടയില്ലേ അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ്. പിന്നെ ഉള്ളത് ഇത് മീക്രയുടെ തന്നെ വേറൊരു പിങ്കിൻ്റെ ഒരു പിങ്കല്ല, നല്ല ഡാർക്ക് ചുടുകട്ട കളർ, അങ്ങനെയാണെങ്കിൽ പറഞ്ഞുതരാം. ഇത് വന്നിട്ട് LM37-ഉം ഇത് വന്നിട്ട് LM17-ഉം. ഇത് പി ഹട്ടും ഇത് ഡേറ്റർ വ്യൂ. ഇത് മീക്രയുടെ LM17-ഉം ഇത് മീക്രയുടെ LM37-ഉമാണ്.
ഈ 2 ഷെയ്ഡും അടിപൊളിയാണ്. ഇത് നല്ല ലാസ്റ്റ് ചെയ്യുന്ന 2 ഷെയ്ഡാണ്. നല്ല കിടക്കും. ഇത് ഞാൻ ലൈറ്റായിട്ടും ഇടാറുണ്ട്, മിക്സ് ചെയ്ത് ഇടാറുണ്ട്. ഈ ഒരു ഷെയ്ഡ് ഒരു നോർമൽ ലൈറ്റ് ഡ്രസ്സിന്റെ കൂടെ ആണെങ്കിൽ ഇത് ഇതുപോലെ ഇടും, അല്ലാതെ നമ്മുടെ കുറച്ച് ഇതുപോലെയുള്ള ഡാർക്ക് കളർ ഡ്രസ്സിന്റെ കൂടെ ആണെങ്കിൽ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഇടുന്നത്. അപ്പോൾ ഇത് ഇത്രയാണ്. ഇനി എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ബ്രാൻഡ്, ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു വെഡിങ്ങിനായാലും എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്ക്. ഇത് ഒരു ഏകദേശം ഒരു 3 years ആയിട്ട് എൻ്റെ കൂടെ ഉണ്ട്. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് എനിക്ക് അറിഞ്ഞൂടെ. ഇത് ഞാൻ ഒരു ഷോപ്പിൽ നിന്ന് എന്തോ വാങ്ങിച്ചതാണ്. കെൻഡ് ഓഫ് ലണ്ടൻ്റെ ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഇട്ട് കഴിഞ്ഞാൽ രാത്രി വന്നിട്ട് നമ്മളൊരു പ്രോഗ്രാമിനൊക്കെ പോകണമെങ്കിൽ രാത്രി വന്നിട്ട് ഇത് നന്നായിട്ട് വാഷ് ചെയ്താൽ പോലും ഇത് പോകില്ല. ഇത് തീരാറായി നല്ല തീർന്നു, ഏകദേശം തീർന്നു. എന്നാലും ഞാൻ എടുത്തിടും. അടിപൊളി ഒരു ഷെയ്ഡാണ്. കെൻഡ് ഓഫ് ലണ്ടൻ്റെ ആണ്. ഈ ഷെയ്ഡിന്റെ പേര് എനിക്ക് അറിഞ്ഞൂടെ. ഈ ഷെയ്ഡ് ഞാൻ ഒരുപാട് സ്ഥലത്ത് തപ്പി, പക്ഷേ ഇത് കിട്ടാനില്ല. ഈ ലാസ്റ്റ് വൺ അടിപൊളി ഷെയ്ഡാണ്. ഇതാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ബ്രാൻഡ്, കെൻഡ് ഓഫ് ലണ്ടൻ. ഇനി ലാസ്റ്റ് ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഇത് ഫുൾ, അതായത് ഇത് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് എല്ലാം നല്ല വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ കളർ ഇളകാത്ത ഷെയ്ഡ്സ് ആണ് ഉള്ളത്. ഇനി ഇത് എങ്ങനെ നമുക്ക് വാഷ് ചെയ്യാം എന്നുള്ള കാര്യം കൂടി പറഞ്ഞുതരാം. ഇത് നമ്മുടെ സ്റ്റുഡിയോയുടെ ലിപ് കളർ റിമൂവർ ആണ്. ഇത് യൂസ് ചെയ്താണ് ഞാൻ ലിപ്സ്റ്റിക്ക് റിമൂവ് ചെയ്യാറുള്ളത്. ഇതിന്റെ വില വന്നിട്ട് 29 രൂപയേ ഉള്ളൂ. ഒരു 10-12 എണ്ണം ഉണ്ട്. ഇത് തീരാറായി, എൻ്റെ 1-2 എണ്ണം മാത്രമേ ഉള്ളൂ. ഇതിങ്ങനെ എടുക്കുക, നന്നായിട്ട് നിവർത്തുക. നമ്മുടെ ലിപ്സ്റ്റിക്കിന്റെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ലിപ്സ്റ്റിക്കുകൾ മാറ്റി ഒരു പ്രാവശ്യം മാറ്റാൻ പോകാത്ത നന്നായിട്ട് കിടക്കുന്ന ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ആണ്. ഇത് മൊത്തം മൈലാൻഡാണ്. ഈ കിടക്കുന്നതെല്ലാം മൈലാൻഡ് ലിപ്സ്റ്റിക് ആണ്. മാറ്റി മൈലാൻഡ് ലിപ്സ്റ്റിക് ആണ്. ഇനി ഡോക്ടർ ശ്രദ്ധിച്ചു, ഇതില്ല ഈ കിടക്കുന്ന വെച്ചിട്ട് ലിപ്സ്റ്റിക് ആണ്. മൈലാൻഡ് പോയില്ല, തേച്ചാൽ മാറ്റാൻ പോയില്ല. അപ്പോൾ നമ്മുടെ ലിപ്സ്റ്റിക് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ ഈ ഒരു ഷീറ്റ് ആണ് ലിപ് കളർ റിമൂവർ. 29 രൂപയേ ഉള്ളൂ. ഇത് വാങ്ങി വെക്കുന്നത്. ഇനിയും അടുത്ത വീഡിയോയിൽ ഞാൻ മറ്റൊരു പ്രോഡക്റ്റുമായിട്ട് വരാം. അപ്പോൾ അത് കാണുന്നത് വരേക്കും ബൈ.